Audio Jungle. നമസ്കാരം. വിബിസിയുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. അഴിമതി ആരോപണ വിധേയനായ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. സോമരാജൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് LDF നേതൃത്വത്തിൽ ഉടുമ്പന്നൂരിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിച്ചു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി നോർത്ത് ജില്ലാ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. മുനിസിപ്പൽ ചെയർമാൻ AM ഖാലിദ് ഉദ്ഘാടനം നിർവഹിച്ചു. UDF സർക്കാർ രാജിവെച്ച് ജനവിധി തേടണമെന്ന് NCP സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയൻ. കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽസ് ഡയറക്ടറേറ്റിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മൂലമറ്റം സെന്റ് ജോസഫ് കോളേജിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മന്ത്രി KM മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് DYFI നേതൃത്വത്തിൽ തൊടുപുഴയിൽ പ്രകടനവും യോഗവും നടത്തി. വാർത്തകൾ വിശദമായി. റോഡ് നിർമ്മാണത്തിൽ വ്യാജരേഖ നിർമ്മിച്ച് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് പണം തട്ടിയ കേസിൽ ഒന്നാം പ്രതിയായ ഉടുമ്പന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. സോമരാജൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ ഉടുമ്പന്നൂരിൽ പ്രതിഷേധ ജാഥ നടത്തി. കൺവീനർ PJ ഉലഹനാണ് ജാഥ നയിച്ചത്. ജാഥയുടെ സമാപനത്തോടനുബന്ധിച്ച് ഉടുമ്പന്നൂരിൽ നടന്ന സമ്മേളനം CPIM ഏരിയ കമ്മിറ്റി അംഗം M. ലതീഷ് ഉദ്ഘാടനം ചെയ്തു. ആ സമരത്തിനോടൊന്നും പ്രതികരിക്കാത്ത UDFന്റെ നേതൃത്വം ഈ സമരത്തോട് ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് സന്തോഷം പകർന്നിരിക്കുകയാണ്. കാരണം ഞങ്ങൾ നോട്ടീസ് അയച്ച് പ്രസിദ്ധീകരിച്ചപ്പോൾ ആ നോട്ടീസിന് മറുപടി എന്നോണം ഒരു നോട്ടീസ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ നോട്ടീസിനകത്ത് UDFുകാർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നോട്ടീസിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയുന്നത്. ആ 3 കാര്യങ്ങളും ശരിയാണ്. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള 3 ആക്ഷേപങ്ങളും ആരോപണങ്ങളും ശരിയാണ് എന്ന് അടിവരയിട്ട് സമ്മതിച്ചുകൊണ്ട് നോട്ടീസ് ഇറക്കി ഞങ്ങളുടെ സമരത്തോട് ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ UDFന്റെ ഭരണ നേതൃത്വം, UDFന്റെ നേതൃത്വം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന സന്തോഷകരമായ ഒരു വസ്തുതയാണ് ഇപ്പോൾ നിങ്ങളുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാറുള്ളത്. കാരണം ആ നോട്ടീസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയതായത് നിങ്ങളത് വായിച്ചിട്ടുമുണ്ടാവാം. ഈ സമരത്തിന് കാരണമായി ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു കേസിനകത്ത് പ്രതിയായി തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ജാമ്യമെടുത്തു നിൽക്കുകയാണ്. ഇപ്പൊ പൊതുപ്രവർത്തകരുടെ പേരിൽ ഒരുപാട് കേസുകൾ ഉണ്ടാവാറുണ്ട്. ഈ നോട്ടീസിൽ തന്നെ അദ്ദേഹം പറയുന്നത് എന്റെ പേര് മാത്രമല്ല മറ്റൊരുപാട് പേരുടെ പേര്. അഡ്വക്കേറ്റ് എബി ഡി കോലോത്ത് അധ്യക്ഷത വഹിച്ചു. CPM ലോക്കൽ സെക്രട്ടറി TK വിജയൻ, KS രാജൻ, PP സുമേഷ്, KS ഉല്ലാസ്, ജൂബി കുന്നപ്പള്ളി, KK നാരായണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. അയൽവാസി മതിൽ പൊളിച്ചത് വിവാദത്തിലേക്ക്. കരിമണ്ണൂർ ശ്രീ കാർത്തിയായനി ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്കേ ഭാഗത്ത് താമസിക്കുന്ന ലീലാംബിക അന്തർജനത്തിന്റെ വീടിന്റെ മതിലാണ് അയൽവാസി കമ്പിപ്പാര ഉപയോഗിച്ച് തകർത്തതെന്ന് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. മതിൽ പൊളിച്ചതിനെതിരെ കരിമണ്ണൂർ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും നടപടി ഉണ്ടാകാതെ വന്നതിനെ തുടർന്നാണത്രേ കളക്ടർക്കും സംസ്ഥാന വനിതാ കമ്മീഷനിലും പരാതിപ്പെടേണ്ടി വന്നതെന്ന് ലീലാംബിക അന്തർജനം പറഞ്ഞു. ഇതിൻ്റെ അതിർത്തിയിൽ ഒരു സർവേക്കല്ലുണ്ടായിരുന്നു.
ആ സർവേക്കല്ല ആദ്യമേ അവർ പിഴുതു മാറ്റി. അപ്പം ഞങ്ങൾ സർവേക്കല്ല പറമ്പിൽ കിടക്കുന്നതുകൊണ്ട് അതെടുത്തുകൊണ്ടൊന്ന് പിന്നെയും അവിടെ തന്നെ കൊണ്ടുവച്ചു. അത് കഴിയുമ്പോൾ ഞങ്ങൾ ആ സർവേക്കലിൻ്റെ അവിടെ വരെ മതിൽ നീട്ടി കെട്ടിക്കഴിയുമ്പോൾ അവർ പൊളിക്കുമെന്ന് പറഞ്ഞു. അവർ പിന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പം ഇവിടെ നിന്നൊന്നും പോയി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നു. അത് നവംബർ 30-ാം തീയതിയാണ് ഇവിടെ ആൾ വന്നത്. പോലീസുകാർ വന്നു നോക്കി. അന്നേരം അങ്ങോട്ട് കയറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ പോയി പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു. ചെന്നപ്പോൾ ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞു, ഇവിടെ സ്കെച്ച് ഇരിപ്പുണ്ട്, അതനുസരിച്ച് അളന്നാ കെട്ടിയതെന്ന് പോലീസിനോട് പറഞ്ഞു. മതിൽ പൊളിച്ചവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയിൽ നിന്നിരുന്ന ശ്രീ കാർത്യായനി ക്ഷേത്രം വക നിലംപൊത്തിയ ആൽമരവും സമീപത്തെ വൃക്ഷങ്ങളും വിൽക്കുന്നതിനും ശ്രമം നടക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. ഇത് വ്യാപകമായ പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. അത് പുരാതനമായിട്ടുള്ള അമ്പലത്തിൻ്റെ ആലാണത്. വർഷങ്ങളായി അത് കണ്ടറിയാം ആലവിടെ നിൽക്കുന്നത്. അത് ഈ കഴിഞ്ഞ കാലവർഷക്കിടയ്ക്ക് അത് മറിഞ്ഞുപോയി. ഈ സ്ഥലം എങ്ങനെയോ ഇയാളുടെ കൈവശം വന്ന് വിട്ടു. അപ്പോൾ പുള്ളിയുടെ ആണെന്നും പറഞ്ഞിരിക്കുക. വ്യക്തിപരമായിട്ടൊന്നും എനിക്ക് ആ വാല് മറിഞ്ഞു പോയിട്ട് അത് വേണ്ട വിധത്തിൽ സംസ്കരിക്കുമോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അത് ചെയ്യാൻ നോക്കാതെ അത് മുറിച്ച് വിൽക്കാനുള്ള പരിപാടി ഇതേ മുറിച്ച് പാടുണ്ടത്. സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാനാണ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ എതിർകക്ഷി സ്ഥലം അളക്കാൻ സമ്മതിക്കില്ല, വേണമെങ്കിൽ ഞാൻ അളന്നോളണം. ഞാനിപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈ സ്ഥലം അയാളുടേതല്ല, അയാളുടെ കയ്യിൽ പ്രോപ്പർ റെക്കോർഡുകളൊന്നും ഇല്ല എന്നുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ എന്നോട് അളക്കാൻ പറയുന്നത്. ഞാൻ എന്തിനാ അളക്കുന്നത്? പരാതിക്കാരൻ അളന്നോളാൻ പറഞ്ഞു. ഞാൻ അത് കാരണം സ്ഥലം അളക്കാതിരിക്കുക. ഞാൻ അളക്കണം. ഞാനെന്തിനാ അളക്കുന്നത്? കുടയത്തൂർ മങ്കമ്പുകാവ് ദേവീക്ഷേത്രത്തിൽ ഡിസംബർ 14 രാവിലെ 5 മുതൽ 1 വരെ നടക്കുന്ന ലക്ഷാർച്ചനയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 20ഓളം ദൈവജന്മാർ ലക്ഷാർച്ചന നടത്തും. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ യജ്ഞമണ്ഡപത്തിലാണ് ലക്ഷാർച്ചന നടത്തുന്നത്. സംസ്ഥാനത്ത് അപൂർവമായും ഈ ദേശത്ത് ആദ്യവുമായാണ് കുടയത്തൂർ മങ്കമ്പുകാവിൽ ലക്ഷാർച്ചന നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കുടയത്തൂർ മങ്കമ്പുകാവിൽ ലക്ഷാർച്ചന ഈ ഞായറാഴ്ച നടത്തപ്പെടുകയാണ്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ബ്രിജേഷ് നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ലക്ഷാർച്ചന നടത്തപ്പെടുന്നത്. ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള യജ്ഞമണ്ഡപത്തിൽ വെച്ചാണ് ലക്ഷാർച്ചന നടക്കുന്നത്. കേരളത്തിൽ തന്നെ അപൂർവമായി നമ്മുടെ ഈ ദേശത്ത് ആദ്യമായിട്ടാണ് ലക്ഷാർച്ചന നടത്തുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി നോർത്ത് ജില്ലാ കൺവെൻഷൻ തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ സിസിലിയ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ആദ്യം കിട്ടിയിരുന്ന ഇലക്ട്രിക് പോസ്റ്റിന്റെ വാടകകളിൽ നിന്നും അല്പം കുറവ് വന്നു. ആ കുറവൊന്നും മറ്റേ രീതിയിൽ തന്നെ വീണ്ടും ഗവൺമെന്റ് തന്നെ ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നു എന്നോട് അറിയാൻ കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ ഈ കൂട്ടായ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മേഖല കേരളമാണ് എന്നറിയാൻ കഴിഞ്ഞു. കേരളത്തിൽ ഈ രംഗത്ത് പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, ചെറുപ്പക്കാർ, ഗവൺമെന്റ് എത്രയോ കോടി രൂപ അവർക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കുവാൻ വേണം, അല്ലെങ്കിൽ എത്രയോ ലക്ഷം രൂപകളാണ് അവർക്ക് മാസാമാസങ്ങൾ തൊഴിലില്ലായ്മ വേതനം എന്ന തരത്തിൽ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഗവൺമെന്റ് ഈ രംഗത്തേക്ക് ഒരു ശ്രദ്ധ പതിച്ചാൽ അവർക്ക് ഈ കൊടുക്കുന്ന തൊഴിൽ വേതനത്തിൽ നിന്നും അല്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനത്തിൽ നിന്നും ഒക്കെ ഒരു വിഹിതം മാറ്റിവെച്ച് ഈ സംഘടനയ്ക്ക് ആശ്വാസകരമാകുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഞങ്ങൾക്കും തൊടുപുഴ അന്ന് ഇത് ആശ്വാസകരമല്ല എന്ന് പറഞ്ഞ ഒരു എളിയ വ്യക്തി കൂടിയായിരുന്നു. ഇവര് ഈ നിങ്ങളെപ്പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ചെറുപ്പക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ഒക്കെ ചർച്ച ചെയ്തപ്പോൾ ആ രംഗത്ത് നമുക്ക് ലഭിക്കുന്ന തുച്ഛമായ ഫീസുകൾ നമുക്ക് വേണ്ട എന്ന് വെക്കുകയും അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം എന്ന് അന്നത്തെ കൗൺസിൽ തീരുമാനിച്ചു. ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ പോൾ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ, ജോസ് തോമസ്, COA സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിയാസ് നൈനാരത്ത്, KCCL മാനേജിംഗ് ഡയറക്ടർ AR ഹരിദാസ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനു ശിവദാസ്, ജില്ലാ സെക്രട്ടറി ജിമ്മി ടോം, COA ജില്ലാ ട്രഷറർ അനീഷ് N, തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ബാബു മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു.
കൺവെൻഷന് തുടക്കം കുറിച്ചുകൊണ്ട് COA ഇടുക്കി നോർത്ത് ജില്ലാ പ്രസിഡന്റ് മാർട്ടിൻ പോൾ പതാക ഉയർത്തി. കേരള വിഷന്റെ എല്ലാ മാസവും നറുക്കെടുക്കുന്ന KFB സമ്മാന പദ്ധതിയുടെ സെപ്റ്റംബർ മാസത്തെ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായ ആൾട്ടോ കാറിന് മുട്ടം തെങ്ങുംപള്ളിൽ ടോമി ജോർജ് അർഹനായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മാരിയൽ കൃഷ്ണൻ നായർ ടോമി ജോർജിന് താക്കോൽ കൈമാറി. മുട്ടം ഗ്ലോബൽ നെറ്റ്വർക്ക് നൽകിയ കൂപ്പണിനാണ് സമ്മാനം ലഭിച്ചത്. മൂന്നാം സമ്മാനമായ ഓട്ടോമാറ്റിക് ഇൻഡക്ഷൻ കുക്കറിന് കോളപ്ര മുകുളത്ത് സാബു അർഹനായി. സാബുവിന് ജില്ലാ സെക്രട്ടറി ജിമ്മി ടോം സമ്മാനം നൽകി. കോളപ്ര സോണിക് കേബിൾ നെറ്റ്വർക്ക് നൽകിയ കൂപ്പണിനാണ് മൂന്നാം സമ്മാനം ലഭിച്ചത്. അതുപോലെ വളരെയധികം ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു രംഗമാണ് നിങ്ങളുടേത്. വളരെയധികം പൈസ അതിനുവേണ്ടി വരേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ഓഹരികളിലെല്ലാം കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നുകൊണ്ട് ധനസമാഹരണം കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്ന ആധുനികങ്ങളായ മാറ്റങ്ങൾക്ക് അനുസൃതമായി ഈ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ പിന്നോട്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സംഘടിച്ചു, അത് കഴിഞ്ഞ് അതിന് സ്വന്തമായ ഒരു സാമ്പത്തിക സമാഹരണത്തിന്റെ ക്രമീകരണങ്ങൾ സൊസൈറ്റി പ്രകാരം നിങ്ങൾ നടത്തി. ഇതുകൊണ്ട് കാലത്തിനനുസരിച്ച് ഓടിയെത്താൻ കഴിയില്ല. അതുകൊണ്ട് ബഹുരാഷ്ട്ര കുത്തകളുടെ ഈ കടന്നാക്രമണങ്ങളെ ചെറുക്കുന്നതിന് തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയായ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PJ ജോസഫ് നിർവഹിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയതായി നിർമ്മിച്ച ബഹുനില മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നാളെ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ PJ ജോസഫ് നിർവഹിക്കുകയാണ്. നഗരസഭാ ചെയർമാൻ ശ്രീ AM ഹാരിദ് അധ്യക്ഷത വഹിക്കും. ഏതാണ്ടൊരു 110ഓളം വർഷം പഴക്കമുള്ള നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും പാരമ്പര്യമുള്ള സ്കൂളാണ് ഗേൾസ് സ്കൂള്. ഇപ്പോൾ ഗേൾസ് സ്കൂളെന്നല്ല, ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. ഒരു കാലത്ത് ഏറ്റവും പ്രതാപത്തിലിരുന്ന സ്കൂള് അടുത്ത് വേറെ ഒരുപാട് സ്കൂളുകൾ വരികയും അതുപോലെ തന്നെ ഒരു സർക്കാർ സ്കൂളിൻ്റെ പരിമിതികൾ പലതും കാരണം പശ്ചാത്തല സൗകര്യങ്ങളുടെ എല്ലാം അഭാവത്തിൽ ഇടയ്ക്കൊരൽപ്പം അതിൻ്റെ പ്രഭയ്ക്കൊരു കുറവ് വന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ PTA അധ്യാപകരുടെയും മുഴുവൻ രക്ഷകർത്താക്കളുടെയും സജീവമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി, അതുമാത്രമല്ല ഇപ്പോൾ തൊടുപുഴ മുനിസിപ്പാലിറ്റിയാണ് വിട്ടുകിട്ടിയ സ്ഥാപനമെന്ന നിലയിൽ മുനിസിപ്പാലിറ്റി അതിൻ്റെ മാനേജ്മെൻറ്റും കൂടി ഏറ്റെടുത്തതിന് ശേഷം അവിടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന സമ്മേളനത്തിൽ മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ് അധ്യക്ഷത വഹിക്കും. ഹയർ സെക്കൻഡറി വിഭാഗത്തിനു വേണ്ടിയാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. PJ ജോസഫ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ UN പ്രകാശ്, ഹെഡ്മിസ്ട്രസ് K അജിതാകുമാരി, കുര്യൻ സെബാസ്റ്റ്യൻ, രജനി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.